നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 512th day. Today 5th chapter, 2nd ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 512ാം ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാം അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഇതി തദ്വാക്യസന്ത്രാസാ ജനന്യാ പുത്രദുഃഖദാ കൂപേ പാദകൃതൗ രാത്രോ തേന സാ നിധനം ഗതാ. ഇതി തദ്വാക്യസന്ത്രാസാ ജനന്യാ പുത്രദുഃഖദാ കൂപേ പാദകൃതൗ രാത്രോ തേന സാ നിധനം ഗതാ. ഓം തത്സത്. ഇങ്ങനെ തൻ്റെ മകൻ പറയുന്നത് കേട്ടിട്ടും അവൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാഞ്ഞിട്ടും മാതാവായ ദുന്ദുലി ഒരു ദിവസം രാത്രി കിണറ്റിൽ ചാടി തന്നെത്താൻ മരിച്ചു. കൂബേ എന്ന് പറഞ്ഞാൽ കിണറ്റിൽ വീണു. ഇതി തദ്വാക്യ സന്ത്രാസ ജനന്യ പുത്ര ദുഃഖത. ജനനിയായിട്ടുള്ള അവൾ ഇവൻ്റെ വാക്കുകളും പ്രവൃത്തികളും സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം രാത്രി തേനസാ നിധനം തന്നെത്താൻ കൊന്നു, തന്നെ മരിച്ചു. കിണറ്റിൽ വീണ് മരിച്ചു. അങ്ങനെ കിണറ്റിൽ വീണ് സ്വയം പാതകം ചെയ്യുന്നവർ നരകത്തിലാണ് എത്തുക എന്നുകൂടി ഇതിൽ നിന്നും വ്യംഗ്യമായി പറയുന്നുണ്ട്. തൻ്റെ പുത്രൻ്റെ താടനങ്ങളും ദ്രോഹങ്ങളും വാക്കുകളും സഹിക്കാൻ കഴിയാതെ ദുന്ദുലി തൻ്റെ തെറ്റുകൊണ്ട് താൻ തന്നെ ചെയ്തു വെച്ച ദ്രോഹം ആണ് അന്യത്തിയുടെ പുത്രനെ കള്ളത്തരത്തിൽ തൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് ആത്മദേവനെ പറ്റിച്ചതും ആ പഴം പശുവിന് കൊടുത്തതും ഒക്കെ. അതിൻ്റെ ഫലം അവൾ തന്നെ അനുഭവിച്ചു. മകൻ്റെ ദ്രോഹം സഹിക്കാൻ കഴിയാതെ അവൾ കിണറ്റിൽ ചാടി മരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഇതി തദ്വാക്യസന്ത്രാസാ ജനന്യാ പുത്രദുഃഖദാ കൂപേ പാദകൃതൗ രാത്രോ തേന സാ നിധനം ഗതാ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. എല്ലാ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ.